ആദ്യത്തെ ചോദ്യം ടീം എയോടാണ്. ചോദ്യം ഇതാണ്: സീതാ വിരഹിതനായ ശ്രീരാമൻ വസന്ത ശോഭിതമായ പമ്പാ തീരത്തു വച്ച് തന്റെ വിരഹവേദന പറഞ്ഞ് വിലപിക്കുന്നത് ആരോടാണ്? എ. പ്രകൃതി പ്രതിഭാസങ്ങളോട്. ബി. പമ്പയിലെ മുനിമാരോട്. സി. ശബരിയോട്. ഡി. ലക്ഷ്മണനോട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ഡി, ലക്ഷ്മണനോട്. ഓപ്ഷൻ ഡി, ലക്ഷ്മണനോട് നമ്മൾ ലോക്ക് ചെയ്യുന്നു കേട്ടോ. നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഏതാണ്? ബാലിയോട് യുദ്ധം ചെയ്യുന്നതിനായി ഏത് രൂപത്തിലാണ് ദുന്ദുബി കിഷ്കിന്ധയിൽ എത്തിയത്? എ. രാക്ഷസ രൂപത്തിൽ. ബി. മഹിഷ രൂപത്തിൽ. സി. അസുര രൂപത്തിൽ. ഡി. പർവ്വത രൂപത്തിൽ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സി. അസുര രൂപത്തിൽ. ലോക്ക് ചെയ്യട്ടെ. അപ്പൊ ലോക്ക് ചെയ്യുന്നു സി, അസുര രൂപത്തിൽ. എനിവേ നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം തെറ്റാണ്. സോ സെയിം ക്വസ്റ്റ്യൻ എക്ക് കൈമാറുകയാണ്. ക്വസ്റ്റ്യൻ അതാണ്: ബാലിയോട് യുദ്ധം ചെയ്യുന്നതിനായി ഏത് രൂപത്തിലാണ് ദുന്ദുബി കിഷ്കിന്ധയിൽ എത്തിയത്? എ. രാക്ഷസ രൂപത്തിൽ. ബി. മഹിഷ രൂപത്തിൽ. ഡി. പർവ്വത രൂപത്തിൽ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബി. മഹിഷ രൂപത്തിൽ. ബി. മഹിഷ രൂപത്തിൽ നമ്മൾ ലോക്ക് ചെയ്യുന്നു. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും ടീം എയോട് തന്നെയാണ്. ക്വസ്റ്റ്യൻ അതാണ്: സുഗ്രീവനുമായി യുദ്ധം ആരംഭിക്കുന്നതിനു മുമ്പ് ബാലി താരയ്ക്ക് ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. എന്താണ് ആ ഉറപ്പ്? എ. ചതിയിൽപ്പെടാതെ തിരിച്ചുവരും. ബി. യുദ്ധത്തിൽ സുഗ്രീവന് ജീവഹാനി വരുത്തുകയില്ല. സി. സുഗ്രീവനല്ല ആരു തന്നെ ശത്രുവായി വന്നാലും നശിപ്പിക്കും. ഡി. കിഷ്കിന്ധയിൽ സുഗ്രീവന് അടുക്കാൻ ഇടം കൊടുക്കില്ല. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി, ആരു തന്നെ ശത്രുവായി വന്നാലും നശിപ്പിക്കും. ആര് വന്നാലും നശിപ്പിക്കും. ഓക്കെ, നമ്മളത് ലോക്ക് ചെയ്യുന്നു. നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. സോ ഈ ക്വസ്റ്റ്യൻ ടീം ബിക്ക് കൈമാറുകയാണ്. ചോദ്യം ഇതാണ്: സുഗ്രീവനുമായി യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ബാലി താരയ്ക്ക് ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. എന്താണ് ആ ഉറപ്പ്? ചതിയിൽപ്പെടാതെ തിരിച്ചുവരും. യുദ്ധത്തിൽ സുഗ്രീവന് ജീവഹാനി വരുത്തുകയില്ല. ഡി. കിഷ്കിന്ധയിൽ സുഗ്രീവന് അടുക്കാൻ ഇടം കൊടുക്കുകയില്ല. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ഡി, കിഷ്കിന്ധയിൽ സുഗ്രീവന് അടുക്കാൻ ഇടം കൊടുക്കില്ല. ഞാൻ ലോക്ക് ചെയ്യട്ടെ. ഞാൻ ലോക്ക് ചെയ്തു. കിഷ്കിന്ധയിൽ സുഗ്രീവന് അടുക്കാൻ ഇടം കൊടുക്കില്ല. പക്ഷെ അതെനിക്ക് തോന്നി നിങ്ങൾ എന്തായാലും ഡി എ പറയുള്ളൂ എന്ന്. കാരണം ഞങ്ങൾക്ക് നേരത്തെ ആൻസർ തന്നപ്പോ ഞങ്ങൾ നോക്കിയാ വച്ചിരുന്നത് ഡി ആണ് നിങ്ങൾ നോക്കി വെച്ചത്. ഞങ്ങൾ അതാണ് നോക്കി വെച്ചത്. അപ്പൊ അവര് സി ആണ് പറഞ്ഞേ. അപ്പൊ ഞങ്ങൾക്ക് ഓക്കെ, എനിവേ എന്നാലും നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ഓക്കെ, എനിവേ നമുക്ക് നമ്മളുടെ ജഡ്ജസിനോട് ചോദിക്കാം. സുധാകരൻ സർ, ശരിയായ ഉത്തരം ബി ആണ്. സുഗ്രീവന് ജീവഹാനി വരുത്തുകയില്ല എന്ന ഒരു ഉറപ്പാണ് കൊടുത്തത്. യുദ്ധത്തിന് വെല്ലുവിളിക്കുന്ന ഒരാളെ നിരുപാധികം വിട്ടുകളയുകയില്ല. ആര് യുദ്ധത്തിന് വന്നാലും ഞാൻ ചെറുക്കുക തന്നെ ചെയ്യും. പക്ഷേ ഒരു കാര്യം ഞാനിതാ ഉറപ്പ് തരുന്നു: എൻ്റെ അനുജനാണ്, അവനെ ഞാൻ വധിക്കുകയില്ല എന്ന്. ഇതാണ് ഈ സന്ദർഭത്തിന് ഉള്ള ഉത്തരം. താങ്ക് യു സർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ ഏതാണ്? ശ്രീരാമന് മിത്രധർമ്മമായി തങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നാണ് ഹനുമാൻ സുഗ്രീവനോട് പറയുന്നത്? എ. മഴയിൽ രക്ഷയണയ്ക്കുക. ബി. മനസമാധാനം കൊടുക്കുക. സി. സീതയെ തിരയാൻ വേണ്ടതു ചെയ്യുക. ഡി. രാക്ഷസന്മാരെ വധിക്കുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി, സീതയെ തിരയാൻ വേണ്ടത് ചെയ്യുക. ഓപ്ഷൻ സി, സീതയെ തിരയാൻ വേണ്ടത് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോടാണ്. വാൽമീകി രാമായണത്തിൽ കിഷ്കിന്ധ കാണ്ഡത്തിലെ അവസാനത്തെ മുഹൂർത്തം ഏതാണ്? സമ്പാദിയുടെ പ്രവേശം. ബി. വാനരന്മാർ പ്രായോപവേശത്തിന് തീരുമാനിച്ചത്. സി. ഹനുമാൻ ലങ്കയിലേക്ക് എടുത്തു ചാടിയത്. ഡി. രാവണന്റെ സീതാ സന്ദർശനം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എ. സമ്പാദിയുടെ പ്രവേശം. എ. സമ്പാദിയുടെ പ്രവേശം നമ്മൾ ലോക്ക് ചെയ്തു.
എന്തായാലും നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. സെയിം ക്വസ്റ്റ്യൻ ടീം ബിക്ക് കൈമാറുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: വാൽമീകി രാമായണത്തിൽ കിഷ്കിന്ധ കാണ്ഡത്തിലെ അവസാനത്തെ മുഹൂർത്തം ഏതാണ്? ബി. വാനരന്മാർ പ്രായോപവേശത്തിന് തീരുമാനിച്ചത്. സി. ഹനുമാൻ ലങ്കയിലേക്ക് എടുത്തു ചാടിയത്. ഡി. രാവണന്റെ സീതാ സന്ദർശനം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി, വാനരന്മാർ പ്രായോപവേശത്തിന് തീരുമാനിച്ചത്. ഓക്കെ, ബി വാനരന്മാർ പ്രായോപവേശത്തിന് തീരുമാനിച്ചത് നമ്മൾ ലോക്ക് ചെയ്തു. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം തെറ്റാണ്. നമ്മൾ ക്വസ്റ്റ്യൻ ആർക്ക് ചോദിക്കും? ജഡ്ജസിനോട്. സുധാകരൻ സർ. സി ആണ് ശരിയായ ഉത്തരം. ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയത്. വാൽമീകി രാമായണം വായിച്ചില്ല എന്നുള്ളതാണ് പ്രധാനമായി എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കൂടുതലും നിങ്ങൾ അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് വായിച്ചു പോയത്. രണ്ടുപേർക്കും മാർക്കൊന്നുമില്ല. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: വിശ്വവിമോഹന രൂപിണിയാക്കിയ വിശ്വകർമാത്മജ ആരാണ് ഈ പറയുന്ന വിശ്വകർമാത്മജ? എ. മേനക, ബി. ഹേമ, സി. ശകുന്തള, ഡി. കാദംബരി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ഡി, കാദംബരി. ഓപ്ഷൻ ഡി കാദംബരി നമ്മൾ ലോക്ക് ചെയ്തു. നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ബി ഉത്തരം പറഞ്ഞില്ല. അപ്പൊ സെയിം ക്വസ്റ്റ്യൻ ടീം എയോടാണ്. വിശ്വവിമോഹന രൂപിണിയാക്കിയ വിശ്വകർമാത്മജ ആരാണ് ഈ പറയുന്ന വിശ്വകർമാത്മജ? എ. മേനക, ബി. ഹേമ, സി. ശകുന്തള. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബി ഹേമ. ബി ഹേമ നമ്മൾ ലോക്ക് ചെയ്യുന്നു. ബി ഹേമ. നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. സുധാകരൻ സർ. ഇവിടെ സംഭവിച്ച ഓർമ്മിക്കണം. സീതാന്വേഷണാർത്ഥം സഞ്ചരിച്ച് ദാഹം കൊണ്ട് വലഞ്ഞ് വിശപ്പ് കൊണ്ട് ക്ഷീണിച്ച് കണ്ട ഒരു ഗഹ്വരത്തിലേക്ക്, ഒരു ഗുഹയിലേക്ക് അവർ കയറി പോവുക. അവിടെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു നഗരം പോലെ ശോഭനീയമായൊരു സ്ഥലം കണ്ടു. അവിടെയാണ് സ്വയംപ്രഭ ഉണ്ടായിരുന്നത്. അവർ ഈ സ്ഥലത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി പറയുകയാണ്. ഹേമ ഒരു ദേവനർത്തകിയാണ്. ഹേമ സാധാരണ വായനക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ്. നന്നായി ആ ഉത്തരം പറഞ്ഞത്. അധ തൃതീയോധ്യായഃ കർമ്മയോഗഃ ശ്രീഭഗവാനുവാച യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനഃ സ യത്പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. വേദവിജ്ഞാനത്തിൻ്റെ സാരസർവസ്വവും വേദസാഹിത്യത്തിലെ ഉപനിഷത്തുമാകുന്നു ശ്രീമദ് ഭഗവത്ഗീത. ഭഗവത്ഗീതയിലെ 3-ാം അധ്യായമായ കർമ്മയോഗത്തിലെ ശ്ലോകമാണ് ഇവിടെ ഉദ്ധരിച്ചത്. ഈ ശ്ലോകത്തിൽ മോക്ഷപ്രഭാവനായ ഭഗവാൻ അർജുനനോട് പറയുകയാണ്: ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്തുതന്നെ ചെയ്താലും ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കുന്നു. മാതൃകാപരമായ പ്രവൃത്തികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകമൊട്ടാകെ ആദരിക്കുന്നു. ആധുനിക കാലത്ത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന വലികളാണിവ. കാരണം സത്പ്രവൃത്തികളാൽ ജനങ്ങളെ ഉദ്ബുദ്ധരാക്കുന്ന നേതാക്കളെയാണ് ഇന്ന് സമൂഹത്തിന് ആവശ്യം. ഉന്നത സ്ഥാനത്തിരിക്കുന്നവരുടെ പ്രവൃത്തികളെയും ചിന്തകളെയും അനുകരിക്കാൻ ശ്രമിക്കുന്നവരാണ് ഇന്നത്തെ സമൂഹം. ഒരു നല്ല ഗുരുവിനെ, നല്ല ശിഷ്യനെ വാർത്തെടുക്കാൻ സാധിക്കൂ. ഒരു നല്ല നേതാവിനെ നല്ല സമൂഹം സ്വപ്നം കാണാൻ സാധിക്കൂ. അതുപോലെ നല്ല മാതാപിതാക്കൾക്ക് മാത്രമേ മക്കളെ നേർവഴിക്ക് നയിക്കാൻ സാധിക്കൂ. അതിനാൽ നാം ഓരോ വ്യക്തിയും തൻ്റെ കർമ്മങ്ങളെ മാർഗദീപങ്ങളാക്കി സമൂഹത്തിൽ നന്മ ചെയ്ത് വളരാൻ ശ്രമിക്കുക.
നം നം തും ധി താങ് ഗ ധി ത നം നം തും ധി താങ് ഗ ത നം നം തും ധി താങ് ഗ നം തും ധി താങ് ഗ ത ധിം ധി ന തും ത ധിം ധി ന തും ത ധി ധി ന തും ത ധി തന്നം നം തും ധി താങ് ഗ ധി തന്നം നം തും ധി താങ് ഗ ധ നം നം തും ധി താങ് ഗ നം തും ധി താങ് ഗ ധ ധിം ധിന്ന തും ധ ധിം ധിന്ന തും ധ ധിം ധിന്ന തും ധ കുരുക്ഷേത്ര യുദ്ധം 10-ാം ദിവസം പാണ്ഡവർക്കും കൗരവർക്കും ഇടയിലുള്ള മുഖ്യകണ്ണിയായ ഭീഷ്മ പിതാമഹൻ യുദ്ധക്കളത്തിൽ അർജുനന്റെ ശരങ്ങളേറ്റ് ശരശയ്യയിൽ പതിച്ചു. ഉത്തരായണം പ്രതീക്ഷിച്ചു കിടന്ന അദ്ദേഹത്തെ കാണാൻ യുധിഷ്ഠിരാദികൾ കൃഷ്ണനോടൊപ്പം എത്തിച്ചേർന്നു. മഹത്തായ ഭീഷ്മോപദേശം കേൾക്കാൻ ആകാശത്ത് ദേവന്മാരും സിദ്ധന്മാരും ചാരണന്മാരും ഗന്ധർവന്മാരും പിതൃക്കളും അണിനിരന്നിരുന്നു. ഗന്ധർവന്മാരായ നമ്മളും എത്ര ഭാഗ്യം ചെയ്തവരാണ്. അല്ലെങ്കിൽ പിന്നെ ഇത്തരത്തിൽ അജയ്യനായ ഭീഷ്മരുടെ യുധിഷ്ഠിരനോടുള്ള ഉപദേശം കേൾക്കാൻ സാധിക്കുമായിരുന്നോ? അദ്ദേഹത്തിന്റെ അമൃതമൊഴികൾ ഇപ്പോഴും കാതിനെയും മനസ്സിനെയും കുളിരണയിക്കുന്നുണ്ട് അല്ലേ? അതെ, ഒരു മുള്ളു തറച്ചാൽ കൂടി വേദനിക്കുമെന്നിരിക്കെ ശരനിര തറച്ച് അതിൽ കിടന്നിട്ടുകൂടി മനോബലം കൈവിടാത്ത പ്രഭാവശാലിയാണ് ഗംഗേയനായ ഭീഷ്മർ. സ്വച്ഛന്താമൃത്യു വരമായി സ്വീകരിച്ച അദ്ദേഹം അന്ന് ഉത്തരായനം പ്രതീക്ഷിച്ച് കിടക്കുകയായിരുന്നല്ലോ. അതെ,
ഭീഷ്മരുടെ കാലശേഷം ധർമ്മത്തെ പറ്റി ഉപദേശിക്കാൻ ഇതുപോലെ മറ്റൊരാൾ ഉണ്ടാകില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് കൃഷ്ണൻ യുധിഷ്ഠിരാദികളെ കൂട്ടിക്കൊണ്ടുവന്ന് പിതാമഹനെ കൊണ്ട് തന്നെ ധർമ്മം ഉപദേശിപ്പിച്ചത്. നമ്മൾ ഇങ്ങനെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നാൽ ഇവർക്ക് കഥ മനസ്സിലാകുമോ? ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിര മഹാരാജാവിന് ഉപദേശിച്ച ഒരു കഥ നമുക്ക് ഇവർക്ക് പറഞ്ഞു കൊടുത്താലോ? ശരി, എങ്കിൽ ഞാൻ തന്നെ ഒരു കഥ പറഞ്ഞു തുടങ്ങാം. എന്നാൽ ശരി, തുടങ്ങിക്കോളൂ. തന്റെ പിതാമഹന്റെ കാൽ തൊട്ട് വന്നിച്ചുകൊണ്ട് യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുകയാണ്. യുധിഷ്ഠിര മഹാരാജാവ് ചോദിച്ചു, പിതാമഹ, മോക്ഷം കിട്ടാൻ ഗാർഹസ്ഥ്യത്തെ ഉപേക്ഷിക്കണമെന്നുണ്ടോ? ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുക്തന്മാർക്ക് ലോകത്തിൽ സ്വകർത്തവ്യങ്ങളിൽ ഏർപ്പെട്ട് ജീവിച്ചുകൂടെ? അതിനു മറുപടിയായി ഭീഷ്മ പിതാമഹൻ ഇങ്ങനെ പറഞ്ഞു: വിഷയവൈരാഗ്യം കൊണ്ട് ജ്ഞാനം നേടി മുക്തനായ ഒരാൾക്ക് പിന്നീട് ലോകകാര്യങ്ങളിൽ ഏർപ്പെടാൻ വിഷമമായിരിക്കും. എന്നാൽ മുക്തന്മാരായവർ എല്ലാ സംഘങ്ങളും വിട്ട് സന്യാസ ജീവിതം നയിക്കുന്നവരായിരിക്കും. അതെ, ഇതിനുദാഹരണമായി അദ്ദേഹം ഒരു കഥയും പറയുകയുണ്ടായി. ജനകവംശത്തിൽ പിറന്ന ധർമ്മധ്വജൻ എന്ന പ്രസിദ്ധനായ രാജാവിന്റെ കഥ. മോക്ഷശാസ്ത്രങ്ങളെല്ലാം പഠിച്ച ശേഷം ജ്ഞാനം നേടി ജീവൻ മുക്തനായ അദ്ദേഹം രാജകാര്യങ്ങളെല്ലാം നോക്കി നടത്തുകയായിരുന്നു. എല്ലാം അറിവും നേടിയ മഹാനായ ജ്ഞാനിയാണോ താനെന്ന വിചാരം അപ്പോൾ രാജാവിനുണ്ടായി. ദാ ആ ഇരുന്ന് ധ്യാനിക്കുന്നതാണ് യോഗിനിയായ സുലഭ. മഹാതപസ്വിനിയാണ് അവർ. രാജ്യത്തിനകത്തും പുറത്തും ധർമ്മധ്വജ രാജാവിന്റെ യശസ് പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹത്തെ പറ്റി ധാരാളം ജനങ്ങളും പുകഴ്ത്തി പറയുന്നതും കേൾക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിച്ചു തന്നെ അറിയണം. ആര് കണ്ടാലും മോഹിക്കുന്ന ഒരു സുന്ദരിയുടെ രൂപത്തിൽ കൊട്ടാരത്തിലേക്ക് ചെല്ലാം. മഹാരാജാവ് തിരുമനസ് നീണാൾ വാഴട്ടെ. തിരുമനസിനെ മുഖം കാണിക്കാൻ സുലഭ എന്നൊരു യോഗിനി കാത്തു നിൽക്കുന്നു. അകതയാകാൻ പറയൂ. മഹാരാജാവിന് പ്രണാമം. ഉപവിഷ്ടയായാലും ഭവതി ആരാണ്? ആകൃതിയും വേഷമൊക്കെ ഭിക്ഷുണിയുടേതാണെങ്കിലും പ്രായവും സമ്പ്രദായമൊക്കെ അതിനനുകൂലമല്ലല്ലോ. ഞാൻ ആരാണ്? ആ ചോദ്യം തന്നെ അർത്ഥമില്ലാത്തതല്ലേ രാജാവേ? അങ്ങ് ജീവമുക്തനാണെന്ന് ആളുകൾ പറയുന്നത് കേൾക്കാനുണ്ടായി. അങ്ങനെയുള്ള അങ്ങേ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ വന്നത്. അങ്ങ് പറഞ്ഞതുപോലെ ആകൃതിയും പ്രായവും വേഷവും സ്ത്രീ പുരുഷ വ്യത്യാസവും ഒക്കെ പരിവ്രാജനത്തിനെ ബാധിക്കുമോ രാജാവേ? പരിവ്രാജനം? ഒരു സ്ത്രീ ഭിക്ഷുണിയാണെന്നും പറഞ്ഞ് നാട് മുഴുവൻ അലയുന്നത് എങ്ങനെയാണ് പരിവ്രാജനമാവുന്നത്? എന്തെല്ലാമോ ദുരുദ്ദേശങ്ങൾ ഉള്ളിൽ വെച്ച് അലയുകയാണെന്നല്ലേ ആളുകൾ കരുതുകയുള്ളൂ. മുക്തിയാണ് ആവശ്യമെങ്കിൽ സ്വഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ മോക്ഷശാസ്ത്രം പഠിച്ച് ബ്രഹ്മനിഷ്ഠ അഭ്യസിച്ചുകൂടെ? മോക്ഷപ്രാപ്തി? മോക്ഷപ്രാപ്തിക്ക് ഗൃഹം തടസ്സമാവില്ലേ രാജാവേ? ഗൃഹം മോക്ഷപ്രാപ്തിക്ക് തടസ്സമാവില്ല എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഞാൻ. മോക്ഷശാസ്ത്രങ്ങളെല്ലാം പഠിച്ച്
ജ്ഞാനസമ്പന്നനും ബ്രഹ്മനിഷ്ഠനുമായതിനു ശേഷവും ഞാൻ വീട് വിട്ട് പുറത്തു പോയിട്ടില്ല. തീവ്ര വിരക്തനും പരമനിസ്സംഗനുമായാണ് ഞാൻ രാജ്യകാര്യങ്ങൾ നോക്കുന്നത്. മാത്രമല്ല മുമുക്ഷുക്കൾക്ക് ജ്ഞാനോപദേശവും നൽകുന്നു. ഇതുപോലെ ആർക്കാണ് ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ മുക്തനായി കൂടാത്തത്? സ്ത്രീകൾ പ്രത്യേകിച്ചും പരിവ്രാജനത്തിന്റെ പേര് പറഞ്ഞ് അലയുന്നത് ശരിയല്ല. അത് മോക്ഷത്തിന് ഉതകുന്നതല്ല. രാജാവേ, അങ്ങ് ജീവമുക്തനാണെന്ന് സ്വയം അഭിമാനിക്കുന്നു അല്ലേ? ആരാണ് മുക്തൻ? എന്താണ് മുക്തിയുടെ ലക്ഷണം? ഞാൻ ആരാണെന്ന് അങ്ങ് എന്നോട് തന്നെ ചോദിച്ചു. മുക്തനാണെങ്കിൽ അങ്ങക്ക് അങ്ങനെ ഒരു ഭേദബുദ്ധി ഉണ്ടാകുമോ? മഹാരാജാവ് തിരുമനസ് നീണാൾ വാഴട്ടെ. മന്ത്രമുഖ്യൻ മുഖം കാണിക്കാൻ കാത്തു നിൽക്കുന്നു. പിന്നീടാകാമെന്ന് പറയൂ. രാജ്യധർമ്മങ്ങളും രാജ്യാംഗങ്ങളുമാണോ ഒരു മുക്തന്റെ ലക്ഷണം? സാധാരണ ഒരുവനിൽ ഉണ്ടാകുന്ന മനസ്വസ്ഥതയെങ്കിലും അങ്ങേക്കുണ്ടു. പരിവ്രാജനം ആവശ്യമില്ലെന്നും ഗൃഹത്തിലിരുന്നു കൊണ്ട് തന്നെ മോക്ഷശാസ്ത്രം അഭ്യസിക്കാമെന്നും അങ്ങ് പറഞ്ഞു. ഗൃഹത്തെയും സിംഹാസനത്തെയും ഉപേക്ഷിക്കാൻ വയ്യാത്തത് കൊണ്ടല്ലേ അങ്ങിത് പറയുന്നത്? ജീവമുക്തനാണെന്ന് സ്വയം അഭിമാനിക്കുന്ന അങ്ങ് എന്റെ ഈ സ്ത്രീരൂപത്തെയും സൗന്ദര്യത്തെയുമല്ലേ ആദ്യം കണ്ടത്? സമാജത്തിന് മുന്നിൽ മുക്തനാണെന്ന് അഭിനയിച്ച് ജീവിക്കാൻ അങ്ങക്ക് ലജ്ജയാവില്ലേ രാജാവേ? ഞാൻ അവിടുത്തെ പ്രായം മാത്രം നോക്കിയാണ് വിലയിരുത്തിയത്. നമുക്ക് തെറ്റ് മനസ്സിലായി. മുക്തനായ ഒരുവന് ഗൃഹസ്ഥ ജീവിതം യോജിച്ചതല്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കൂ രാജാവേ. ഉത്തമ ക്ഷത്രിയ കുലത്തിൽ ജനിച്ച ഞാൻ മോക്ഷശാസ്ത്രങ്ങളിൽ അറിവ് നേടിയതിനു ശേഷം തന്നെയാണ് പരിവ്രാജനം ചെയ്യുന്നത്. ഘോരാണാം ദാനവാനാം നിരുപമൃതനാഭാരഖിന്നാം ധരിത്രീം ഓരോ ലീലാവതാരൈരഴകിനൊടു സമാശ്വാസയന്തം നിതാന്തം ക്ഷീരാംബോധൗ ഭുജംഗാധിപശയനതലേ യോഗനിദ്രാമുദാരാം നേരെ കൈക്കൊണ്ടു ലക്ഷ്മി കുളിർമുല പുണരും പത്മനാഭം ഭജേധ. പുരുഷാർത്ഥ ചതുഷ്ടയത്തെ സാധിപ്പാനായിക്കൊണ്ട് അഖില ജഗദാധാരഭൂതനായി സച്ചിദാനന്ദ സ്വരൂപനായി ഭക്തവത്സലനായിരിക്കുന്ന ശ്രീനാരായണന്റെ ശ്രീമൽപാദാരവിന്ദങ്ങളെ ഹൃദയ കമല കർണിക മധ്യത്തിങ്കലം മാറുവച്ച് നിസ്തുല ഭക്തി പുരസ്സരമാകുവണ്ണം ഉപാസിച്ചുകൊള്ളണം. ഗുരുകാരുണ്യലക്ഷ്മി നിയോഗാൽ. എങ്കിലോ പണ്ട് സൂര്യവംശശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ദൂതനായിട്ടുള്ള ഹനുമാൻ സീതാന്വേഷണത്തിനായി കൊണ്ടു പുറപ്പെട്ട് സമുദ്രം അതിക്രമിച്ച് ലങ്കാനഗരിയെ പ്രാപിപൂതം ചെയ്തു. ആയത് എപ്രകാരമാകുന്നത്? കരതലദളിതകപോലാം ലക്ഷ്മീം ലങ്കാധിവാസിനിം കൃത്വാ പ്രവിവേശാനിലതനയോ രിപുനഗരം വാമപാദേന. അനിലതനയ രിപുനഗരം വാമപാദേന പ്രവിവേശ. അനിലതനയൻ ആ രിപുനഗരത്തെ പ്രാപിച്ചു. അനിലതനയൻ ഹനുമാൻ, വായുപുത്രനായിട്ടുള്ള ഹനുമാൻ രിപുനഗരം, ശത്രുവിന്റെ ആ നഗരം ലങ്കയിലേക്ക് പ്രവേശിക്കൽ കഴിഞ്ഞു. ഏതാ സമയം എന്നാണെങ്കിൽ വാനരന്മാര് സീതാന്വേഷണത്തിനായി പുറപ്പെട്ടു. തെക്കേ ദിക്കിലേക്ക് പുറപ്പെട്ട വാനരന്മാരെല്ലാവരും സമുദ്രത്തിന്റെ തീരത്തെത്തി. ആ സമുദ്രം 100 യോജന വിസ്താരമുള്ള സമുദ്രം കടന്ന് ലങ്കയിൽ ചെന്നാലേ രാവണനെ കാണാൻ പറ്റുള്ളൂ എന്ന പരമാർത്ഥം മനസ്സിലായി. ആർക്കാ ചാടാൻ പറ്റുക? വാനരന്മാരാർക്കും അതിന് പ്രാപ്തിയില്ല, ശക്തിയില്ല. എന്നാൽ ജാമ്പവാൻ അറിയാം, ഹനുമാന് മാത്രമേ അതിന് സാധിക്കൂ. എന്നാലോ ഹനുമാൻ സ്വയം ശക്തി അറിയാണ്ടിരിക്കണ സമയ ജന്മകഥയൊക്കെ പറഞ്ഞ് കേൾപ്പിച്ച് ഹനുമാന്റെ ശക്തി വർദ്ധിപ്പിച്ചു.
അതോടുകൂടി ആ ഉത്സാഹത്തോടുകൂടി മഹേന്ദ്ര പർവ്വതത്തിന്റെ മുകളിൽ കയറി നേരെ കൊടുത്തു ഒരു ചാട്ടം. ആ ചാടിപ്പോണ വഴിക്ക് പക്ഷേ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായി. എന്താ? ഹനുമാൻ ആകാശമാർഗേണ എത്രയും പെട്ടെന്ന് രാമകാര്യം സാധിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ശ്രീരാമൻ തൊടുത്തുവിട്ടിട്ടുള്ള ശരം പോലെ അതിവേഗത്തിൽ മുമ്പിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോണ വഴിക്ക് മൈനാകം എന്ന പേരുള്ള പർവ്വതം ഹനുമാന്റെ മാർഗം തടഞ്ഞു. എന്താ അതിന്റെ കാരണം? ഹനുമാൻ സമുദ്രത്തിന്റെ ഉപരിഭാഗത്ത് കൂടെ സഞ്ചരിക്കണത് വരുണൻ കണ്ടു. അപ്പോ വരുണന് കാര്യമൊക്കെ മനസ്സിലായി. ശ്രീരാമന്റെ ദൂതനായിട്ടുള്ള ഹനുമാനാണ് പോണത്, ആ സമുദ്രം ലംഘിക്കുകയാണ് ചെയ്യണത്. ഈ ശ്രീരാമന്റെ പൂർവികനായിട്ടുള്ള സഗരൻ വളരെയധികം സഹായം ചെയ്തിട്ടുണ്ട് തങ്ങൾക്ക്. സാഗരൻ എന്ന പേര് കിട്ടിയതും തങ്ങളെ വർദ്ധിപ്പിച്ചതും സഗരന. അപ്പോ ആ വംശത്തിലുള്ള രാമനെ സഹായിക്കേണ്ടത് തന്റെ ബാധ്യതയാണെന്ന് വരുണന് തോന്നി. മാത്രല്ല, പണ്ട് ദേവേന്ദ്രൻ പർവ്വതങ്ങളുടെ ചിറക് വെട്ടണ സമയത്ത് ഈ മൈനാക പർവ്വതത്തെ അവിടെ നിന്ന് നീക്കിക്കൊണ്ടുപോയി ഈ സമുദ്രത്തിലാക്കിയത് വായുവാണ്. അപ്പോ തനിക്ക് സൂര്യവംശ രാജാവായിട്ടുള്ള രാമനെ സഹായിക്കണം. തന്റെ അടിയിലുള്ള മൈനാക പർവ്വതത്തിന്റെ ചിറക് നഷ്ടപ്പെടാതെ നോക്കിയ വായുവിന്റെ പുത്രനെ സഹായിക്കണം. ഏത് വിധത്തിലും അവനെ സഹായിക്കണം നിശ്ചയിച്ചു. എന്നിട്ട് വിശ്രമത്തിന് സൗകര്യം ചെയ്യാനായിട്ട് മൈനാകത്തോട് പറഞ്ഞു. സമുദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം മൈനാകം സമുദ്രത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് ഉയർന്നു പൊങ്ങി തന്റെ താഴ്വരയിൽ വിശ്രമിച്ച് ഫലങ്ങളൊക്കെ ഭക്ഷിച്ചു പോയിക്കോട്ടെ നിശ്ചയിച്ചിട്ട. ഹനുമാൻ മുമ്പിലേക്ക് അങ്ങനെ പോണ വഴിക്ക് പെട്ടെന്നൊരു തടസ്സം കണ്ടു. എന്താന്ന് മനസ്സിലായില്ല. ഇവിടെ നിന്ന് നോക്കിയപ്പോ കാണാത്തത് പെട്ടെന്ന് പൊങ്ങാണല്ലോ ഉണ്ടായത്. ആ തടസ്സം കണ്ടപ്പോൾ മാറുകൊണ്ട് അങ്ങോട്ട് തട്ടി നീക്കി. ആ മാറുകൊണ്ട് തട്ടി നീക്കിയപ്പോൾ ധാരാളം ക്ഷതങ്ങൾ സംഭവിച്ചു മൈനാകത്തിന്. അതോടുകൂടി മനസ്സിലായി പരമാർത്ഥം പറയാന്ന്. മൈനാകം ഹനുമാനോട് കാര്യമൊക്കെ പറഞ്ഞു. ഹനുമാനും അതെ മൈനാകത്തെ സമാധാനിപ്പിച്ചു. അല്ലേ മൈനാകം, ഞാൻ രാമകാര്യം സാധിക്കാനായിട്ട് പോവാണ്, ഇവിടെ വിശ്രമിക്കാൻ സമയമില്ല, പെട്ടെന്ന് പോണ്ടതുണ്ട് എന്ന് പറഞ്ഞ് തൻ്റെ കൈ കൊണ്ടൊഴിഞ്ഞ് ശരീരം തടവി ആ വ്രണങ്ങളൊക്കെ ഇല്ലാതാക്കി. എന്നിട്ട് ഹനുമാൻ പിന്നെ മുമ്പിലേക്ക് സഞ്ചരിച്ചു. പിന്നെ സഞ്ചരിക്കുന്ന സമയത്താണ് വലിയൊരു രാക്ഷസി വായും പൊളിച്ച് മുമ്പിൽ വന്നത്. അതാരാ? സുരസ, നാഗമാതാവായിട്ടുള്ള സുരസ. ദേവേന്ദ്രന്റെ കൽപ്പന പ്രകാരം ഹനുമാൻ രാക്ഷസന്മാരുടെ ഇടയിലേക്കാ പോണത്. അപ്പോ രാക്ഷസന്മാര് മായാവികളാ. മായാശക്തി അറിയാത്തൊരാള്, മായ ഇല്ലാത്തൊരാള് അവരുടെ ഇടയിൽ ചെന്ന് പെട്ടാൽ അപകടാവും. അപ്പോ ഹനുമാന് മായ നിശ്ചയില്ലെങ്കിൽ മായ ഉപദേശിക്കണം. അതിനായിട്ടാണ് സുരസയെ പറഞ്ഞയച്ചത്. അപ്പൊ സുരസ എന്ത് ചെയ്തു? വലിയൊരു രാക്ഷസിയുടെ രൂപം സ്വീകരിച്ച് ഹനുമാന്റെ മാർഗത്തിൽ വന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞു, എടാ ദേവന്മാര് നിന്നെ എനിക്ക് ഇന്നത്തെ ആഹാരമായിട്ട് തന്നിട്ടുണ്ട്, നീ എൻ്റെ വായിലേക്ക് പ്രവേശിക്കുക. ഇത് ഹനുമാൻ അത് കണ്ടു. എന്നിട്ട് അവളോട് പറഞ്ഞു, അല്ലേ രാക്ഷസി, എനിക്ക് വിരോധമില്ല, പക്ഷേ ഞാനിപ്പോ രാമകാര്യം സാധിക്കാനായിട്ട് പോവാണ്. സീതാദേവിയെ കണ്ട് മടങ്ങി വന്നതിന് ശേഷം നിന്റെ ആഗ്രഹം സാധിച്ചു തരാം, വിരോധമില്ല. അത് പറ്റില്ല, നീ എൻ്റെ വായിലേക്ക് പ്രവേശിക്കാന്ന് പറഞ്ഞ് തൻ്റെ വായ അങ്ങോട്ട് വലുതാക്കി. അപ്പൊ ഹനുമാൻ എന്ത് ചെയ്തു? തൻ്റെ ശരീരം അങ്ങോട്ട് വർദ്ധിപ്പിച്ചു. ആ രാക്ഷസിയുടെ വായിൽ പ്രവേശിക്കാൻ പറ്റാത്ത വിധത്തിൽ തൻ്റെ ശരീരം അങ്ങോട്ട് വലുതാക്കി. അത് കണ്ടപ്പോ സുരസ എന്ത് ചെയ്തു? പിന്നെയും തൻ്റെ ശരീരം അങ്ങോട്ട് വലുതാക്കി. ആ ഹനുമാന്റെ വലുതായിട്ടുള്ള രൂപം തൻ്റെ വായില് പ്രവേശിപ്പിക്കാൻ പറ്റണ വിധത്തില് ഹനുമാൻ പെട്ടെന്ന് തന്നെ തൻ്റെ ശരീരം അങ്ങോട്ട് ചെറുതാക്കി അവളുടെ വായിൽ ചാടി ചെവി കൂടെ പുറത്തു വന്നു. ആ രൂപം ചെറുതാക്കിയത് കൊണ്ട് വളരെ എളുപ്പത്തിൽ അത് സാധിച്ചു. ആ സമയത്ത് ഹനുമാന്റെ കയ്യിലുള്ള അങ്കുലീകം തട്ടി അവളുടെ മായ പ്രത്യക്ഷായി. സുരസ സ്വന്തം രൂപത്തിൽ പറഞ്ഞു, അല്ലേ ഹനുമാൻ, നിന്റെ പരമാർത്ഥമൊക്കെ എനിക്കറിയാം. ദേവന്മാര് നിനക്ക് മായ നിശ്ചയുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ഉപദേശിക്കാനായിട്ട് എന്നെ പറഞ്ഞയച്ചതാണ്. നിനക്ക് പ്രത്യേകിച്ച് ഉപദേശത്തിന്റെ ഒന്നും ആവശ്യമില്ല, നിന്റെ പ്രവർത്തനം വിജയിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് അവിടെ നിന്ന് സഞ്ചരിച്ചു. ഹനുമാൻ പിന്നെ യാത്ര തുടർന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മുമ്പിലേക്ക് കുതിക്കണ താൻ താഴേക്ക് പോണ പോലെ തോന്നല്. അതെന്താ? ഞാൻ ഇപ്പൊ മുമ്പിലേക്കാണ് പോണത്, പക്ഷേ ഇപ്പൊ കീഴ്പോട്ടേക്കാണല്ലോ പോണത്, ആരോ എന്നെ പിടിച്ച് വലിക്കണത് പോലെ. അപ്പൊ ഓർമ്മ വന്നു, ഇത് പണ്ട് സുഗ്രീവൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ തെക്കേ സമുദ്രത്തിന്റെ ഉപരിഭാഗത്ത് കൂടെ സഞ്ചരിക്കേണ്ടി വരികയാണെങ്കിൽ അടിയില് സിംഹിക എന്ന പേരുള്ള ഒരു രാക്ഷസി ഉണ്ട്.
എന്താ അവളുടെ സ്വഭാവം? ഛായാഗ്രാഹിണിയാണ് അവള്. നിഴലിനെ പിടിച്ച് വലിച്ച് കയ്യിലാക്കി ഭക്ഷിക്കും. അതാണ് അവളുടെ സമ്പ്രദായം. ഓ, ഇത് അവൾ തന്നെയാണ്. എന്തായാലും ആയിക്കോട്ടെ നിശ്ചയിച്ചു. സിംഹിക സമുദ്രത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് നോക്കിയപ്പോൾ വലിയൊരു നിഴല് കണ്ടു. ഹാ, ഇന്നേക്ക് സുഖായി, എന്തോ വലിയൊരു ജീവിയാണെന്ന് പറഞ്ഞ് അതിനെ പിടിച്ച് വലിച്ച് തന്റെ കയ്യിലേക്ക് ആകർഷിച്ചു. ഹനുമാൻ സിംഹികയുടെ എത്താറായപ്പോഴേക്കും തന്റെ രൂപം അങ്ങോട്ട് ചെറുതാക്കി. നല്ല ചെറിയൊരു കുട്ടിക്കുരങ്ങൻ. സിംഹിക ബുദ്ധിമുട്ടി കയ്യിലെടുത്ത് നോക്കിയപ്പോൾ നല്ല ചെറിയൊരു കുട്ടിക്കുരങ്ങൻ. ഹാ, ഇതത്ര ബുദ്ധിമുട്ടി ഉണ്ടാക്കിയത്. എന്തായാലും പ്രാതലിനും കൂടി തരായില്ല എന്ന് പറഞ്ഞ് അതിനെ അങ്ങോട്ട് വിഴുങ്ങി. തൊണ്ട തൊടാതെ വിഴുങ്ങി എന്ന് വേണം പറയാൻ. ഹനുമാൻ സിംഹിയുടെ ഉദരത്തിലെത്തിയപ്പോ അവിടെ ഇരിക്കാനല്ലല്ലോ പോയത്, തന്റെ രൂപം അങ്ങോട്ട് വലുതാക്കി. എന്നിട്ട് തന്റെ നഖങ്ങളെ കൊണ്ട് പിളർന്ന് പുറത്തു കടന്നു. ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന സ്ഥിതിക്ക് മാതൃസ്ഥാനമുണ്ട് എന്ന് വിചാരിച്ച് ഉദകക്രിയ ചെയ്തു. ഹനുമാൻ പിന്നെയും മുമ്പിലേക്ക് സഞ്ചരിച്ചു. സന്ധ്യാസമയത്തോടുകൂടി ലങ്കാ നഗരിയിലേക്ക് എത്തി. വടക്കേ ഗോപുരത്തിന്റെ മുമ്പിലെത്തി. ആ സന്ധ്യാസമയം അവിടെ ഒരു കാവൽക്കാരിയുണ്ട്, ലങ്കാലക്ഷ്മി. 3 ഗോപുരവും അടച്ച് 4ാമത്തെ ഗോപുരം അടയ്ക്കാനായിട്ട് കയ്യിലൊരു ചൂരലും പിടിച്ച് ആ വാതിലടച്ച് മറ്റേ വാതിൽ അടയ്ക്കാനായിട്ട് അങ്ങോട്ട് വന്നപ്പോഴേക്കും ഹനുമാൻ തന്റെ രൂപം അങ്ങോട്ട് ചെറുതാക്കി. അകത്തേക്ക് കടക്കാൻ നോക്കിയപ്പോഴേക്കും ആ ചൂരൽ കൊണ്ട് കൊടുത്തു ഒരടി. ആ അടി കൊണ്ടതോടുകൂടി ഹനുമാന് സഹിക്കവയ്യാതെ ദേഷ്യം വന്നു. ദേഷ്യം വന്നു എന്ന് മാത്രല്ല, തിരിച്ചവളുടെ കർണത്തേക്ക് ഠേ അങ്ങോട്ട് പ്രഹരിച്ചു. ആ അടി കൊണ്ടതോടുകൂടി അവളുടെ രൂപം അങ്ങോട്ട് മാറി. കരതലതളിതകപോലാം ലക്ഷ്മീം ലങ്കാധിവാസിനിം കൃത്വാ. ആ അടി കൊണ്ടതോടുകൂടി അവളുടെ രൂപം അങ്ങോട്ട് മാറി. ബ്രഹ്മാവിന്റെ ശാപത്തിൽ നിന്ന് മോക്ഷം കിട്ടി. എന്നിട്ട് ലങ്കാലക്ഷ്മി ഹനുമാനെ അനുഗ്രഹിച്ചു. അല്ലേ ഹനുമാൻ, നീ ശത്രു രാജ്യത്തിലേക്ക് നേർവഴി പോകണ്ട, മതില് ചാടി കടന്നാൽ മതി. മാത്രല്ല വലത് കാല് വെച്ച് പ്രവേശിക്കരുത് എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ഇങ്ങനെ ഡിബുനഗരം വാമപാദേന പ്രവിവേശ. ശത്രുവിന്റെ നഗരത്തിലേക്ക് ഇടതുകാല് വെച്ച് പ്രവേശിച്ചു. ഇങ്ങനെ ശ്രീരാമന്റെ ദൂതനായിട്ടുള്ള ഹനുമാൻ സമുദ്രം അതിക്രമിച്ച് ലങ്കാ നഗരിയിലേക്ക് പ്രവേശിക്കലും കഴിഞ്ഞു. അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. കളവേണുരവക്കളായ നീല കമലാചുംബനലംബടോതിരമ്യ അളിബോധ ഇവാരവിന്ദ മധ്യേ രമതാം മേ ഹൃദി ദേവകീ കിശോര. മഹാഭാരതം ഇതിഹാസമാണ്, അത് ചരിത്രകഥയാണ്, കെട്ടുകഥയല്ല എന്ന് അമൃത വിദ്യാലയം ശാപക്കാട് നിങ്ങൾ അതായിരിക്കും പറയുക. അതായത് മഹാഭാരതം ഇതിഹാസമാണ്, ചരിത്രകഥയാണ്, ഇത് ഹിസ്റ്ററിയാണ്, ഇത് വെറും ഒരു ലെജൻഡ് അല്ല, കെട്ടുകഥയല്ല എന്ന് നിങ്ങൾ വാദിക്കുന്നു. അതിനോടൊപ്പം തന്നെ വ്യാസവിദ്യാലയം നിങ്ങൾ വാദിക്കേണ്ടത് ഇത് കെട്ടുകഥയാണ്, ഇതിഹാസമല്ല എന്നാണ് നിങ്ങൾ വാദിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. വ്യാസമഹർഷിയാൽ വിരചിതമായ മഹാഭാരതം ഭാരതത്തിന്റെ ചരിത്രം തന്നെയാണ്. ഒരു കഥ അല്ലെങ്കിൽ കേട്ടുകേൾവി, മിത്ത് എന്നിങ്ങനെയൊന്നും പറഞ്ഞു തള്ളാൻ സാധിക്കാത്തതാണ് മഹാഭാരതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മഹാഭാരതത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒട്ടുമിക്ക സ്ഥലങ്ങളും ഇപ്പോഴും ഭാരതത്തിൽ നിലനിൽക്കുന്നു. അങ്ങനെ സ്ഥലങ്ങളുടെ പേരുള്ളത് കൊണ്ട് അതെങ്ങനെയാണ് ഒരു ചരിത്രമാകുന്നത്? സുഹൃത്തെ, വേറെയും തെളിവുകളുണ്ട്. മഹാഭാരതത്തിൽ പരാമർശിക്കപ്പെടുന്ന സ്ഥലങ്ങൾ പാണ്ഡവരുടെ തലസ്ഥാനമായ ഹസ്തിനപുര, അങ്ങനെ പലതുമുണ്ട്. മാത്രമല്ല, ദ്രോണാചാര്യരുടെ നിർദ്ദേശപ്രകാരം ഭീമനാൽ സ്ഥാപിതമായ ശിവലിംഗം ഉള്ള ക്ഷേത്രം, അതാണ് ഭീമശങ്കർ ക്ഷേത്രം. ആ പേരിൽ നിന്നും വ്യക്തമാണ് ഭീമനാൽ സ്ഥാപിതമായതാണെന്ന്. അതുപോലെ മറ്റു പല തെളിവുകളുമുണ്ട്. ഭീമസേനന്റെ ഗദ, അതുപോലെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഉപയോഗിക്കപ്പെട്ട അനവധി അസ്ത്രങ്ങളും ഇപ്പോഴും ഭാരതത്തിൽ നിലനിൽക്കുന്നു. ഇതെല്ലാം മഹാഭാരതം ചരിത്രമാണെന്ന് പറയുന്നതാണ്. നിങ്ങൾ പറയുന്നത് പോലെ ഭീമൻ എന്ന ഒരാൾ ജീവിച്ചിരുന്നു എന്ന് എന്താ തെളിവ്? മഹാഭാരതത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണല്ലോ കർണൻ. കുന്തി സൂര്യപുത്രനായിട്ടും സൂതപുത്രൻ. ഭീമൻ ജീവിച്ചിരുന്നു എന്നുള്ള തെളിവാണ് നിങ്ങൾ ഇപ്പോൾ പറയുന്നത്. മഹാഭാരതം തന്നെ അതിന് തെളിവാണ്, ഭീമൻ ജീവിച്ചിരുന്നു എന്നതിന്. 10,000 ആനകളുടെ ശക്തിയുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് ആരും വിശ്വസിക്കുകയില്ല. പൂർവ്വകാലത്ത് അതുപോലെയുള്ള അനവധി
മനുഷ്യർക്ക് ഇന്ന് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അനവധി ഉണ്ടായിട്ടുണ്ട്. ജീവചരിത്രകാരന്മാർ തന്നെ തെളിയിച്ചിട്ടുണ്ട് അത് വെറും ഒരു കെട്ടുകഥയാണ്. കാരണം ജീവൻ എന്ന 1000 ശക്തിയുള്ള ഒരാൾ ജീവിച്ചിരുന്നതിന് ഒരു തെളിവുകളും ഇതുവരെ പ്രശസ്ത പാശ്ചാത്യ നിരൂപകനായ വിന്റർ നീറ്റ്സ് പറഞ്ഞത് തന്നെ നാം എടുക്കുകയാണെങ്കിൽ മഹാഭാരതം ഒരു ചരിത്രമാണ്, അതിലെ വ്യക്തികളെല്ലാം ഉണ്ടായിരുന്നവരാണ് എന്ന് നമുക്ക് സ്ഥാപിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെയെങ്കിൽ ശ്രീകൃഷ്ണൻ എന്തെല്ലാം മായാജാലങ്ങളാണ് കാണിക്കുന്നത്? അതെല്ലാം നമ്മുടെ ഭൂമിയിൽ നടക്കുന്നതാണോ? ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് കൃഷ്ണൻ കാട്ടിക്കൂട്ടുന്നത്. ചരിത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കിടയിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഏതൊരു മനുഷ്യനാണ് ഒരു വിരൽത്തുമ്പിൽ പർവ്വതമെടുത്ത് പൊക്കാൻ സാധിക്കുന്നതൊക്കെ? അങ്ങനെയാണെങ്കിൽ ഇനിയൊരു പ്രളയം വഴുകയാണെങ്കിൽ നിങ്ങൾ പറയുമല്ലോ മഹാത്മാഗാന്ധിയെ പോലും നിങ്ങൾക്ക് അറിയില്ല എന്ന്. വിഷയത്തിൽ നിന്ന് മാറിപ്പോകണ്ട. മഹാഭാരതം ഇതിഹാസമാണ്, ചരിത്രകഥയാണ്, കെട്ടുകഥയല്ല എന്ന് അവർ പറയുന്നു. മഹാഭാരതം ചരിത്രമാകുന്നെങ്കിൽ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമാകണമെങ്കിൽ അതിനൊരു കൃത്യമായ കാലഘടന വേണം. ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഓരോ ചരിത്രകാരന്മാരും പറയുന്നത് ഓരോരോ കാലയളവുകളാണ്. ചിലർ പറയുന്നു ചിലർ യുഗാബ്ദങ്ങളുടെ കണക്ക് പറയുന്നു, ചിലർ വർഷങ്ങളുടെ കണക്ക്. മഹാഭാരതം കലിയുഗത്തിന് 200 വർഷങ്ങൾക്ക് മുമ്പ് എന്ന തെളിവുകളുണ്ട്. മാത്രമല്ല മഹാഭാരതത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണല്ലോ കർണൻ. സൂതപുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന കർണന്റെ പിൻതലമുറ ഇപ്പോഴും ഭാരതത്തിൽ ജീവിക്കുന്നു. അവരെ ബില്ലന്മാർ എന്ന നാമത്തിൽ അറിയപ്പെടുന്നുണ്ട്. അവർ ആ സൂര്യവംശം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോകുന്നു. ഇതെല്ലാം മഹാഭാരതം തെളിവാണെന്നതിന് സത്യമല്ലേ? 200 വർഷങ്ങൾക്ക് മുമ്പെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ, കലിയുഗത്തിന് 200 വർഷങ്ങൾക്ക് മുമ്പ്. കലിയുഗം എന്ന് പറയുന്ന ഒരു കാലയളവ് അത് എത്ര വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ഇതുവരെ ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. 1 മിനിറ്റ് കൂടിയുണ്ട്, സമാധാനം തുടരാം. വേദവ്യാസൻ എഴുതിയ സമയത്ത് മഹാഭാരതത്തിൽ വെറും 8000 ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ അതിൽ 1,00,000-ൽ പരം ശ്ലോകങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ഓരോ കാലഘട്ടത്തിലായി പല വ്യാസന്മാർ കൂട്ടിച്ചേർത്ത കഥകളായിരിക്കില്ലേ ഇപ്പോൾ മഹാഭാരതത്തിലുള്ളത്? അതുകൊണ്ടാണ് പല പലവരും പറയുന്നത് വ്യാസൻ ഒന്നല്ല പലവരാണെന്ന്. ഒരു വ്യക്തി ഒരു കഥ ഇന്ന് നമ്മൾ അധ്യാത്മ രാമായണം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ മറ്റൊരു പുസ്തകത്തിലേക്ക് അതിനെ മാറ്റുകയാണെങ്കിൽ അത് എഴുതുന്നവർ അതിൻ്റെതായ രീതിയിൽ വ്യത്യാസങ്ങൾ വരുത്തും. എന്ന് വെച്ചാൽ ആ വ്യക്തി അത് എഴുതിയില്ല എന്ന് നമ്മെ കൊണ്ട് പറയാൻ സാധിക്കില്ല. മഹാഭാരതം വെറും 8000 ശ്ലോകങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ 1,00,000-ൽ പരം ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ 8000 ഉണ്ടായിരുന്നത് ഇപ്പോൾ 1,00,000-ൽ പരം ആകുന്നുണ്ടെങ്കിൽ ഓരോ കാലഘട്ടത്തിൽ വ്യാസന്മാർ കൂട്ടിച്ചേർത്ത കഥകളായിരിക്കണം അത്. 15 സെക്കൻഡ് കൂടിയേ ഉള്ളൂ. ഭാരതം പഞ്ചമവേദ എന്നാണ് പറയുന്നത്. അതായത് മഹാഭാരതത്തെ 5ാം വേദമായി കാണുന്നു. ഇതിൽ നിന്നും വ്യക്തമാണ് മഹാഭാരതം ഒരു ചരിത്രമായതുകൊണ്ടാണ് ഇത്തരം ഒരു പദവി മഹാഭാരതത്തിന് നൽകിയത്. ഒരു ഭാരതീയനോട് അഥവാ ഒരു ഭാരതീയോട് 2 ഇതിഹാസങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം 2 മാത്രം, മഹാഭാരതം, രാമായണം എന്നാണ്. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം ത്വം മാംസരക്താസ്തി കൊണ്ടടോ നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹമോർക്കനീ നിശ്ചയമാത്മാവ് ജീവൻ നിരാമയൻ. ഇല്ല ജനനം മരണവുമില്ല, കേൾ അല്ലലുണ്ടാകായ്കതു നിനച്ചേതുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല, കേൾ ദുഃഖവിഷയവുമല്ലതു കേവലം. അധ്യാത്മ രാമായണത്തിൽ കിഷ്കിന്ധാകാന്ഡത്തിലെ താരോപദേശം എന്ന ഭാഗത്തിലെ വരികളാണിവ. ബാലി നിഗ്രഹം നടത്തിയ ശ്രീരാമനോട് തൻ്റെ പതിയായ ബാലിയെ നഷ്ടപ്പെടുന്ന താര വിലപിച്ചുകൊണ്ട് അസ്ത്രം പ്രയോഗിച്ച് തന്നെ കൂടി വധിക്കണം എന്ന് ശ്രീരാമനോട് ആവശ്യപ്പെടുകയാണ് ഈ വരികളിൽ. അങ്ങനെ വിലപിക്കുന്ന താരയോട് ശ്രീരാമദേവൻ ഇവിടെ തത്വജ്ഞാനോപദേശങ്ങൾ നൽകുകയാണ്. അദ്ദേഹം പറയുകയാണ്, അല്ലയോ ദേവി താരെ, അവിടുന്ന് എന്തുകൊണ്ടാണ് അവിടുത്തെ പതിയെക്കുറിച്ചോർത്ത് ഇപ്രകാരം ദുഃഖിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ശരീരമാണ് ഇവിടെ മരണപ്പെട്ടത്. പഞ്ചഭൂത നിർമ്മിതമാണ് ശരീരം. ത്വക്ക്, മാംസം, രക്തം, അസ്ഥി ഇവ ചേർന്നുണ്ടായ ജഡവസ്തുവായ ശരീരം കാഷ്ടതുല്യമാണ്. ജീവനാകുന്ന ആത്മാവ് നിരാമയനാണ്, അതിന് മരണമില്ല.
അതൊരിക്കലും ഒരു വിലാപ വസ്തു ആകുന്നില്ല. അതുകൊണ്ട് അവിടുന്ന് തെല്ലും ദുഃഖിക്കേണ്ട കാര്യമില്ല. അവിടുത്തെ ദുഃഖം വൃഥാവിലാണ്. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് വൈദവ്യ ദുഃഖം അനുഭവിക്കുന്ന താരാദേവിയെ തൻ്റെ വാക്ചാതുരിയോടെ ശ്രീരാമദേവൻ ആശ്വസിപ്പിക്കുകയാണ് ഈ വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓം അമൃതേശ്വരേ നമഃ. നമുക്കൊരു കഥ കേട്ടാലോ? ഒരിക്കൽ ഒരമ്മ തൻ്റെ കുഞ്ഞിനോട് മറ്റു കുട്ടികളോടൊത്ത് ഓടിക്കളിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ കുഞ്ഞു ചോദിച്ചു, എന്തിനാണ് അമ്മേ ഓടിക്കളിക്കുന്നത്? അപ്പോൾ അമ്മ പറഞ്ഞു, നമ്മുടെ ശരീരത്തിന് വ്യായാമം ആവശ്യമാണെന്ന്. പിന്നീട് കളിച്ച് ക്ഷീണിച്ചു വന്ന ആ കുട്ടിയോട് അമ്മ പറഞ്ഞു, കുളിച്ചിട്ട് വന്ന് കഴിച്ചിട്ട് വിശ്രമിക്കാൻ. അപ്പോൾ ആ മോൻ വീണ്ടും ചോദിച്ചു, എന്തിനാണ് അമ്മ ഇതൊക്കെ ചെയ്യുന്നത് എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, നമ്മുടെ ശരീരം ക്ഷേത്രം പോലെയാണ്. ക്ഷേത്രം എന്ന് വെച്ചാൽ അമ്പലം എന്നർത്ഥമല്ല, ഒരു കൃഷിസ്ഥലം പോലെയാണ്. അത് നല്ലപോലെ പരിപാലിച്ചാൽ നല്ല ഫലങ്ങൾ കിട്ടും. അതിനാൽ നമ്മുടെ ശരീരം നിലനിൽക്കണമെങ്കിൽ നല്ല പോഷക ഗുണങ്ങളുള്ള ഭക്ഷണം ആവശ്യമാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ മോൻ വീണ്ടും ചോദിച്ചു, എന്താണമ്മേ ഈ ശരീരം? അപ്പോൾ ആ മോനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ അമ്മ ഭഗവത്ഗീതയിലെ 13-ാം അധ്യായമായ ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിലെ ഒരു ശ്ലോകം ചൊല്ലി. തക്ഷേത്രം യസ്ച യാദൃച്ഛ യദ്വികാരി യദശ്ച യത് സജയോ യത് പ്രഭാവശ്ച തത്സമാസേന മേ ശൃണു. അല്ലയോ അർജുന, എന്താണ് ശരീരം? അതെങ്ങനെയുള്ളതാണ്? അതിലെന്ത് വികാരമാണുള്ളത്? ഏതിൽ നിന്നാണ് ശരീരം ഉണ്ടായത്? ആത്മാവെന്താണ്? ഇതെല്ലാം നീ വളരെ ചുരുക്കി കേട്ടാലും ഈ ചോദ്യത്തിൽ നിന്നുള്ള ഉത്തരമാണ് ഋഷിമാരാൽ സകല വേദമന്ത്രങ്ങളിലൂടെയും വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ഋഷിമാരുടെ കഠിന തപസ് മൂലമാണ് വേദങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ശരീരവും ആത്മാവും ഈശ്വരനിൽ നിന്ന് വന്ന് ഈശ്വരനിൽ എത്തിച്ചേരേണ്ടതാണ്. ഒരു കർഷകൻ കൃഷിസ്ഥലത്ത് നല്ല വിത്തുകൾ ഉദിക്കുകയാണെങ്കിൽ മധുരമുള്ള ഫലങ്ങൾ കിട്ടും. അതേസമയം വയലിൽ ശ്രദ്ധിക്കാതെ മുൾച്ചെടികൾ വളരുകയാണെങ്കിൽ ആ വയലിൽ നിന്നും ആർക്കും ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. അതിനാൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നമുക്കും എല്ലാവർക്കും സന്തോഷം കിട്ടും. നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഉപകരണമാണ് ഈ ശരീരം. ഈ ശരീരത്തിനെ കുറിച്ചും അതിൽ കുടികൊള്ളുന്ന ആത്മാവിനെ കുറിച്ചും അറിയണമെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലെ നല്ല ശീലങ്ങൾ പാലിക്കണം. രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കണം. എണീറ്റ് കുളിച്ച് നാമം ചൊല്ലി പഠിക്കാനിരിക്കണം. നല്ല വാക്കുകൾ പറയണം. നല്ല ചിന്തകൾ ഉണ്ടാവണം. വീടിനകവും പുറവും വൃത്തിയായി സൂക്ഷിക്കണം. അമ്പോറ്റിയമ്മ പറയാറുണ്ട്, കണ്ണുകൾ കൊണ്ട് നല്ലത് കാണണം, കാതുകൾ കൊണ്ട് നല്ലത് കേൾക്കണം, നാവ് കൊണ്ട് നല്ല വാക്കുകൾ പറയണം. ഇത് കുട്ടികൾക്ക് പാലിക്കാവുന്ന ശീലങ്ങൾ ഇതൊക്കെയാണ്. അതിനാൽ എന്താണ് ശരീരം, എന്താണ് ആത്മാവെന്നറിയണമെങ്കിൽ ഋഷിമാരും നമ്മുടെ അമ്പോറ്റിയമ്മയും എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ജീവിക്കണം. അങ്ങനെയെങ്കിൽ മാത്രം നമുക്കിതിൻ്റെ ഉത്തരം കിട്ടുള്ളൂ. ശരിയായ ഉത്തരം കിട്ടുന്നതിനായി അമ്പോറ്റിയമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ അമ്പോറ്റിയമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം നമഃ ശിവായ.